നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് മലയാളികളുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരെണ്ണം വേണ്ട ഒരു സാധനത്തെക്കുറിച്ചാണ്. അതായത് ഗ്ലൂക്കോമീറ്റർ. നമ്മുടെ എല്ലാം ഷുഗർ അളക്കുന്നതിന് വേണ്ടിയുള്ള ഐറ്റമാണ്. അപ്പോൾ കൺട്രോൾ ഡി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ഗ്ലൂക്കോമീറ്ററും അതുപോലെ തന്നെ അതിൻ്റെ ഒരു മോണിറ്ററും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് ഫീച്ചേഴ്സും ഇതിൻ്റെ വില കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ദിവസവും ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് മുടങ്ങാതെ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം കളയാതെ ഇപ്പം ഞാനിതിൽ കത്തി വെച്ചുകൊണ്ടിട്ട് കാര്യമില്ല. നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് ഈ രണ്ട് ബോക്സിലും എന്തൊക്കെയാണുള്ളതെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമുക്ക് അൺബോക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത്ര ഐറ്റംസ് ആണ് കിട്ടുന്നത്. നമുക്കിത് ക്യാരി ചെയ്യാനുള്ള ഒരു ബോക്സ് ഉണ്ട്, അതുപോലെ തന്നെ പൗച്ചുണ്ട്, അതുപോലെ രണ്ട് മോണിറ്ററുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ബോക്സിനുള്ള ഒരു മോണിറ്ററേ ഉള്ളൂ. നമുക്ക് മോണിറ്റർ വേണമെങ്കിൽ സെപ്പറേറ്റ് വാങ്ങുന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നീട് നമ്മൾ ആ ഒരു സൂചി വെച്ച് കുത്തുന്നുള്ളൊരു സാധനവും പിന്നെ സൂചി അതിൻ്റെ ഒരു എക്സ്ട്രാ ബാറ്ററി, പിന്നീട് നമ്മുടെ സ്ട്രിപ്പുകൾ കാര്യങ്ങളെല്ലാം വരുന്നതിനുള്ള ഒരു ബോക്സ് ഇവിടെ ബോക്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനും അവൈലബിൾ ആണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഷുഗർ നോക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഓരോ ആൾക്കാരുടെ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. അത് അപ്പോൾ നല്ല കാര്യമായിട്ട് തോന്നി. പിന്നീട് നമുക്ക് ഇത് ക്യാരി ചെയ്യുന്നുള്ള ഒരു പൗച്ചാണ്, അതുപോലെ തന്നെ ഈ ബോക്സിനുള്ളതാണ് ഇടുന്നത്. തൽക്കാലം നമുക്ക് ഇതിനെല്ലാം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ മെയിൻ സാധനങ്ങളെല്ലാം എടുത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് തൽക്കാലം ആവശ്യമുള്ള സാധനത്തിന് മാത്രമാണ് ഇത് എടുക്കുന്നുള്ളൂ. ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കിനി ഏതെങ്കിലും ഒരു മോണിറ്റർ ചെക്ക് ചെയ്യാം. വൈറ്റും ബ്ലാക്കും രണ്ട് മോണിറ്ററുകൾ അവൈലബിൾ ആണ്. ഇത് പിന്നീട് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ബ്ലഡ് എടുക്കുന്നതിനുള്ള ആ ഒരു സൂചിയായിട്ട് വരും. സൂചി അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് ബ്ലഡ് എടുത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. To leave this town, 'cause lately I've been feeling down. The cold nights just don't feel the same. Oh, like my life inside a car, hit the button, drive real far. നമ്മുടെ കാർഡ് ഈ ഒരു മെഷീനിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ബ്ലഡ് ജസ്റ്റ് ഇവിടെ ഒന്ന് കൊണ്ടുവന്ന് ടിപ്പ് ചെയ്യണം. അതായത് ബ്ലഡ് എടുത്തതിന് ശേഷം ജസ്റ്റ് ഇവിടെ ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഈ റീഡിങ് ഇവിടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബ്ലഡ് എടുക്കുന്നതിനുള്ള സൂചി ഇതാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ തന്നെ ബ്ലഡ് എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതിനുശേഷം നമുക്കിതിൻ്റെ അത് റീഡിങ് വരുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ സത്യമായിട്ട് എനിക്കിത് കുത്താനായിട്ട് പേടിയാണ്. പണ്ടാറ് ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല. പലരെയും കുത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ കുത്തിയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ കുത്തുവാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട്. എന്നാലൊന്ന് കുത്തുവാടേ ഈ ബട്ടറി ഒന്ന് ഞെക്കിയാൽ മതി. ബ്ലഡ് വന്നു. ഓ ബ്ലഡ് വന്നു. അപ്പോൾ ഇനി ബ്ലഡ് നമ്മളിത് ഈ ടിപ്പിൽ കൊണ്ടുപോയിട്ടത് എൻ്റെ ചോര കണ്ടിട്ടില്ലേ? നിങ്ങൾ കണ്ടു, സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കണ്ടു. നമ്മുടെ ചോര വരെ കണ്ടിട്ടാണ് ഓരോ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇത് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കാണുക. എൻ്റെ ബ്ലഡ് എത്രയും കഷ്ടപ്പെട്ടാണ് നമ്മൾ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. നല്ല വേദനയുണ്ട്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഇതിലൊന്ന് കൊണ്ടുപോയി നമ്മളൊന്ന് ടച്ച് ചെയ്യണം. അപ്പോൾ ഇനി ഷുഗർ ഉണ്ടോയെന്ന് അറിയാം. പഞ്ചാരയുടെ സൂചിച്ചിട്ട് കൂടുതലാണെന്ന് പല പെൺപിള്ളേരും പറഞ്ഞ അറിവുണ്ട്. എന്നാലും അതൊന്ന് തൊട്ടാൽ മതി, അപ്പോഴത്തേക്കും കയറി വരും. ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. കാണാമല്ലോ നിങ്ങൾക്ക്. ഓ എൻ്റെ ബ്ലഡ് പോകണമുണ്ടോ? നല്ല വേദനയുണ്ട്. ഓ 116 ഉണ്ടല്ലോ. കർത്താവേ, ഷുഗറുണ്ടോ? 116 കാണിക്കുന്നത്. അയ്യോ അപ്പോൾ പിന്നീട് ഇവിടെ റീഡിങ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ റീഡിങ്ങുകൾ പലതെടുക്കുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് അടിച്ച് ഓരോ റീഡിങ്ങും കാര്യങ്ങളെല്ലാം കാണുന്നുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരുടെയും വീട്ടിൽ ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഷുഗർ പുറത്ത് പോയി നോക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ക്യാഷ് സേവ് ചെയ്യാനും പറ്റും. ഒരു 1500 നമ്മളൊരു വൺ ടൈം ഇതിനു വേണ്ടി മുടക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ക്യാഷൊന്നും കളയേണ്ടി വരില്ല. നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. ഒരുപാട് സ്ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് മൊബൈലിൽ ആക്സസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഇതിനും മെമ്മറി കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വെച്ചും പഴയ റെക്കോർഡിങ്ങും പഴയ റീഡിങ്ങും കാര്യങ്ങളും ഷുഗർ കൂടുന്നുണ്ടോ കുറയുവാണെന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും. എനിവേ
എല്ലാവരുടെയും വീട്ടിൽ മലയാളികളായ എല്ലാവർക്കും തന്നെ എല്ലാവരുടെയും വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഷുഗർ ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഷുഗർ ഉണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. അതിപ്പം ഓഫായിട്ടുണ്ട്, ഓഫായി കഴിയുമ്പോൾ ഈ സ്ട്രിപ്പ് ഊരി പയ്യെ നമ്മൾ കളഞ്ഞാൽ മാത്രം മതി. എനിവേ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നാളെ മറ്റൊരു കിടിലൻ വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ഗൈസ്.